വിനോദ് സാർ, തമിഴ്നാട്ട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഒരു പ്രഖ്യാപനം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് രാജ്യം മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്. അത്തരത്തിൽ ദേശീയ ഭാഷയായി നമ്മൾ പരിഗണിക്കുന്ന ഒരു ലാംഗ്വേജിനെ അതിനെ തമിഴ്നാട്ടിൽ നിന്ന് നിരോധിക്കും എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. പകരം സ്റ്റാലിൻ എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്? തമിഴ് ഭാഷയെ രാഷ്ട്രഭാഷയാക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ സ്റ്റാലിൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന പറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണോ? വിനോദ് സാർ എങ്ങനെ ഈ വിഷയത്തെ വിലയിരുത്തും? നീതു, ഈ പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇങ്ങനെ ഒരു വളരെ വിചിത്രമായ രീതിയിലാണ് ഈ സംഭവം. ഈ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ തന്ത്രമുണ്ട്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഓരോ ഫീലേഴ്സ് ഇട്ട് നോക്കും. അവരൊരിക്കലും ആദ്യം അവർക്ക് സംശയമുള്ള ഈ നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ എന്ന് പറഞ്ഞാൽ എറിക്കുമോ എന്ന് ചോദിക്കും. എറിക്കാത്ത സാധനമൊന്നും അവർ കൊണ്ടുവരില്ല. അപ്പൊ ആദ്യം ഒരു ഫീലർ ഇട്ട് നോക്കും. അങ്ങനെ ഒന്നാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇത് ഈ സോഷ്യൽ മീഡിയയിൽ നിറയെ പോസ്റ്റുകളാണ്. സിനിമകളിലും പാട്ടുകളിലും പരസ്യ ഹോർഡിങ്ങിലും ഹിന്ദി ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ തമിഴ്നാട് സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ്. ഇത് പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയാണ് ഇത് പുറത്തു വന്നത്. ഇത് കേട്ടത് പാടെ കേൾക്കാത്ത പാടെ ഈ ഇന്ത്യയിലാകെ ഒരു വലിയ ചലനം സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതിന്റെ പുറകിലെ സത്യം എന്താണ്? ഇതൊരു നിയമപരമായ യാഥാർത്ഥ്യമാണോ, അതോ ഇതൊരു വെറും രാഷ്ട്രീയ കോലാഹലമാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ രാഷ്ട്രീയ കോലാഹലം എന്ന് പറയാൻ കാര്യം, നമുക്കറിയാം ആ കരൂരിൽ വിജയുടെ റാലിയുടെ സംഭവം CBI ഏറ്റെടുക്കുകയുണ്ടായി സുപ്രീം കോടതിയുടെ വിധി പ്രകാരം. അത് ശരിക്കും പറഞ്ഞാൽ DMKക്ക് ഒരു അടിയാണ്. ആ സമയത്ത് ഇതിനെ ഒന്ന് ഇളക്കി വിട്ടാൽ ഒന്ന് വാർത്തകൾ മാറും, ആളുകൾ വ്യത്യസ്തമായി ചിന്തിക്കും. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ഹ്യൂമൻ സൈക്കോളജി, നമ്മൾ വിചാരിക്കും നമ്മളൊക്കെയാണ് ഇതിന്റെ പുലികൾ. ഡോക്ടർമാരൊന്നും അല്ല ഇതിന്റെ പുലികൾ, സൈക്കോളജിസ്റ്റും അല്ല, സൈക്യാട്രിസ്റ്റും അല്ല. ഈ പൊളിറ്റീഷ്യൻസ് ആണ് മാസ് സൈക്കോളജി കൃത്യമായിട്ട് അറിയുന്നവർ. ഒരു പക്ഷേ അത് അതിനുള്ള വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കോലാഹലമായി കൂടാ ഇത് എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പൊ ഈ വിവാദത്തിന്റെ തുടക്കം ചില മാധ്യമ റിപ്പോർട്ടുകളെ അനുസരിച്ചായിരുന്നു. സർക്കാരായിട്ടൊന്നും പറഞ്ഞില്ല. പൊതുസ്ഥലത്തെ ഹോർഡിങ്ങുകൾ, പരസ്യങ്ങൾ, വിനോദ പരിപാടി പറഞ്ഞാൽ സിനിമ, പാട്ട് എന്നതിലൊക്കെ ഇവിടങ്ങളിൽ ഹിന്ദിയുടെ ഉപയോഗം തടഞ്ഞുകൊണ്ട് ഒരു ബില്ല് കൊണ്ടുവരാൻ DMK സർക്കാർ ആലോചിക്കുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ടുകൾ. പക്ഷേ അധികം വൈകാതെ ഇതിനെക്കുറിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ സർക്കാർ തന്നെ ഈ മാധ്യമ റിപ്പോർട്ടുകളെ നിഷേധിക്കുകയും നിജസ്ഥിതി വ്യക്തമാക്കുകയും ചെയ്തു. അവരെന്താണ് പറഞ്ഞത്? ഒരു ഔദ്യോഗികമായ പ്രസ്താവനയിൽ അവർ ഉറപ്പിച്ചു പറഞ്ഞത് അത്തരമൊരു ബില്ലും അവതരിപ്പിച്ചിട്ടില്ല, അത്തരമൊരു തീരുമാനവും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു വലിയ തന്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നില്ല, അങ്ങനെ ഒരു നിരോധനമില്ല, അങ്ങനെ ഒരു അംഗീകൃതമായ ഒരു ബില്ല് DMK കൊണ്ടുവരാൻ പരിപാടി ഉള്ളതായിട്ട് അവർ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭരണഘടനാപരമായ ആശങ്കകളും പൊതുജനങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളും ഉണ്ടായപ്പോൾ അത്തരം ഒരു നീക്കത്തിൽ നിന്ന് സർക്കാർ പ്ലാൻ ഉണ്ടായിട്ട് പിന്മാറിയതാണെന്നാണ് പ്രമുഖ ദേശീയ മാധ്യമങ്ങളായ ഈ എക്കണോമിക് ടൈംസും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അവർക്ക് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നു, ഇത് വലിയ പുകിലാകുമെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതോടുകൂടി അതിൽ നിന്ന് അവർ പിന്മാറിയെന്നാണ് ഈ ഞാൻ പറഞ്ഞ പോലെ എക്കണോമിക് ടൈംസും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പുകമുറ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഒരു പ്രയാസമാണ്. എന്തായാലും അത്തരം ഒരു നീക്കം നടന്നിരുന്നു. ഒന്നുമില്ല, പക്ഷെ നമ്മൾ വീണ്ടും പറയുമല്ലേ, തീയില്ലാതെ പുകയുണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ എവിടൊക്കെയോ എന്തൊക്കെയോ അവര് ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള. മാത്രമല്ല ഈ വിഷയം ഒരു ചരിത്രപരമായും വികാരപരമായും മാനങ്ങളുള്ളതാണ്. 1930-ലും അല്ലെ 30-കളിലും 1960-കളിലും വളരെ വലിയ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്, തമിഴ്നാട് സംസ്ഥാനത്തിനകത്ത്. അതൊരു വലിയ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഞങ്ങൾ 1930-കളിൽ ഹിന്ദിക്കെതിരെ ചെയ്തു, 1960-കളിൽ ഹിന്ദിക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കി. അപ്പം ആ പ്രക്ഷോഭങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന് തന്നെ രൂപം നൽകിയത്, ഹിന്ദി വിരുദ്ധത. അപ്പൊ അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. ഇപ്പൊ ഭരിക്കുന്ന
ഇപ്പൊ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ആ ഹിന്ദു വിരുദ്ധത. ആ ഹിന്ദു അല്ല, എപ്പോഴും ഹിന്ദി വിരുദ്ധത. മാത്രമല്ല, അവർക്ക് ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ അവരിതിനെ ആളിക്കൊത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കാറുമുണ്ട്. തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഈ തമിഴ് ഭാഷയോട് അവർക്ക് വലിയ സ്നേഹമാണ്. അപ്പൊ തമിഴ് ഭാഷയെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ സാംസ്കാരികമായ അന്തസ്സ് തന്നെ കാത്തു സൂക്ഷിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഈ ഹിന്ദി നിരോധനം അല്ലെങ്കിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു കിംവദന്തി ഉണ്ടാകുമ്പോൾ പോലും ഈ അവര് പ്രതികരിക്കുന്നത് വൈകാരികമായ ഈ പഴയ 30കളിലെയും 60കളിലെയും പ്രക്ഷോഭത്തോട് അവരെ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നു. അതേസമയം ഇത് രാഷ്ട്രീയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ ഒരു ഉപകരണമായി ഇത് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് സാംസ്കാരിക അഭിമാനം സമാഹരിക്കാനും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വെല്ലുവിളിക്കുവാനും ഈ പ്രാദേശിക സ്വയംഭരണം ഊട്ടിയുറപ്പിക്കാനും ഒക്കെ ആയിട്ട് ഈ ഭാഷാ തന്ത്രത്തെ അല്ലെങ്കിൽ ഭാഷ കൊണ്ടുള്ള യുദ്ധത്തെ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ പരിഗണിക്കേണ്ട വിധമാണ്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു വശം, ഇതിന് നിയമപരമായും ഭരണഘടനാപരമായും ഉള്ള സാധുതയുണ്ടോ? ഇങ്ങനെ അഥവാ ഇവരിനി ഭാവിയിലും ഹിന്ദി നിരോധിക്കാൻ ഒരു നീക്കം കൊണ്ടുവന്നാൽ അതിന് നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും ഒരു എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നും കൂടെ നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ പരിശോധിക്കുന്നത് എനിക്ക് തോന്നുന്നത് നന്നായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ആർട്ടിക്കിൾ 19 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത് ഓരോ പൗരനും സംസാര സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മൗലികമായ അവകാശം നൽകുന്ന ഒന്നാണ്. അതായത് പൊതു ഇടങ്ങളിൽ ഒരു ഭാഷ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുന്നത് ഒരു വിധത്തിലും നടക്കാൻ പോണ കാര്യമല്ല. എനിക്ക് ഹിന്ദി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഹിന്ദി സംസാരിക്കരുതെന്ന് പറയാനോ, പിന്നെ ഞാൻ ഹിന്ദിയിൽ എഴുതുന്നത് നിരോധിക്കാനോ, ഞാൻ ഹിന്ദിയിൽ ഒരു ബോർഡിംഗ് വയ്ക്കുന്നതൊക്കെ നിരോധിക്കാനോ പറ്റുമോ എന്നൊക്കെ ഉള്ളത് വലിയ സംശയമാണ്. അതെന്റെ അവകാശമാണ്. എനിക്ക് സംസാര സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ടെങ്കിൽ അതിനിഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കാനും അവകാശമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും എനിക്ക് ഹിന്ദിയിൽ കവിത എഴുതാനും സിനിമ നിർമ്മിക്കാനും ഒക്കെ ഞാൻ തമിഴനായി പോയതുകൊണ്ട് എനിക്ക് അവകാശം നിഷേധിക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം അവിടെ കിടപ്പുണ്ട്. മാത്രമല്ല ആർട്ടിക്കിൾ 29-30 പ്രകാരം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവകാശമുണ്ട്. അതുപോലെ തന്നെ 1963 ഔദ്യോഗിക ഭാഷാ നിയമം, അതായത് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് എന്ന് പറയും, അത് ആശയവിനിമയം നടത്തുമ്പോൾ ഭാഷകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും, അതായത് ഇപ്പൊ സർക്കാരിന്റെ കാര്യത്തിലൊക്കെയാണ് അത് പറയുക, ഔദ്യോഗിക ഭാഷാ നിയമം. സ്വകാര്യമായോ പൊതുവായ ഉപയോഗത്തിലോ അംഗീകൃത ഇന്ത്യൻ ഭാഷകളെ നിരോധിക്കാൻ ഒരു സംസ്ഥാനത്തിനും കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ നിയമപരമായ വശം. അപ്പം അവരെങ്ങനെ ആലോചിച്ചു, പുകലുണ്ടാക്കി, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആളുകളെ ഇളക്കി വിട്ടു എന്നൊക്കെ ഉള്ളത് സത്യമാണെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന് ഔദ്യോഗിക ആശയവിനിമയങ്ങളിൽ ഹിന്ദിയുടെ ഉപയോഗം ഒരുപക്ഷെ കുറയ്ക്കാൻ സാധിച്ചേക്കുമെങ്കിലും വ്യക്തികളെയോ കമ്പനികളെയോ കലാകാരന്മാരെയോ ഹോർഡിങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ പാട്ടുകളിലും സിനിമയിലും ഒക്കെ ഇതിനെ ഹിന്ദിയെ നിയമപരമായിട്ട് വിലക്കാൻ കഴിയില്ല എന്നാണ് നിയമജ്ഞന്മാർ പറയുന്നത്. അങ്ങനെ അഥവാ സംഭവിച്ചാൽ കോടതികൾ അതിനെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാനാണ് എല്ലാ സാധ്യതകളും. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മുഴുവൻ ത്രിഭാഷാ ഫോർമുലയാണ്. പക്ഷെ തമിഴ്നാട്ടിൽ എപ്പോഴും ദ്വിഭാഷ, തമിഴും ഇംഗ്ലീഷും മാത്രം മതി എന്നാണ് അവരുടെ വാദം. അപ്പൊ ഈ DMKയുടെ പ്രത്യയ ശാസ്ത്രം തന്നെ ഈ ദ്രാവിഡ വിഭാഗത്തിന്റെ ആത്മാഭിമാനം, ഭാഷാപരമായ അഭിമാനത്തിലുമൊക്കെ അധിഷ്ഠിതമാണ്. അപ്പോൾ മാത്രമല്ല അവരെപ്പോഴും പറയുന്നത് ഹിന്ദിയുടെ ആധിപത്യത്തിനെതിരെ ഞങ്ങൾ എപ്പോഴും നിലകൊള്ളുന്നു എന്നാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ദേശീയോദ്ഗ്രഥനത്തിന് എതിരായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ എവിടം വരെ ചെന്നെത്തും എന്ന് സംശയിക്കേണ്ടതാണ്. മാത്രമല്ല ഇന്ത്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, ഇന്ത്യ എല്ലാ ഭാഷകളെയും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഭാഷയുടെ വൈവിധ്യത്തിലാണ്, ഏകീകൃതമായ ഒരു ഭാഷയുടെ കാര്യത്തിലല്ല. അതും നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുകൊണ്ട് ഈ ഭാഷ എന്ന് പറയുന്നത് വെറും ഒരു ആശയവിനിമയം മാത്രമല്ല ഒരിക്കലും. അത് വ്യക്തിപരമാണ്, വികാരപരമായിട്ടുള്ളതെന്നാണ്, രാഷ്ട്രീയപരം കൂടിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു നീക്കം ഒരു ശരിയായ ദിശയിലായിരുന്നോ തമിഴ്നാട് സർക്കാർ കൊണ്ടുവന്നതെന്ന്
നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, നിയമപരമായിട്ട് യാതൊരു നിരോധനവും, ഇത്തരത്തിലുള്ള ഒരു നിരോധനവും ഭരണഘടനാപരമായി നിലനിൽക്കില്ല. രാഷ്ട്രീയമായി ചിലപ്പോ ചില ഗുണങ്ങളൊക്കെ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് കരൂർ സംഭവത്തിൽ അവർക്ക് ഒരു അടി കിട്ടി നിൽക്കുന്ന സമയത്ത് ഇത്തരം ഒരു നീക്കം ഒരു പക്ഷേ അവർക്ക് താൽക്കാലികമായി ആളുകളൊക്കെ ഒന്ന് ഇളക്കി വിടുന്നതിൽ ഉപയോഗിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഉപയോഗപ്പെട്ടേക്കാം. എന്തായാലും തൽക്കാലം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് തമിഴ്നാട് ഹിന്ദി നിരോധിച്ചിട്ടില്ല. നിലവിൽ അങ്ങനെ ഒരു നിയമമോ ബില്ലോ കൊണ്ടുവരാൻ അവർക്ക് ഉദ്ദേശമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ബില്ല് നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഒരു ശരിയായ തന്ത്രങ്ങളാണോ ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും മൊത്തത്തിലുള്ള പരസ്പര സഹകരണത്തിനും ഒക്കെ? തമിഴ്നാട് സർക്കാരായിട്ട് തമിഴ്നാട് മാത്രമായി നിൽക്കാൻ പറ്റുമോ? കേരളത്തിന് കേരളം മാത്രമായി നിൽക്കാൻ പറ്റുമോ? കേരളത്തിന് നിലനിൽപ്പുള്ളത് ഇന്ത്യക്കകത്ത് നിലനിൽപ്പുള്ളത് കൊണ്ടാണ്. തമിഴ്നാട് നിലനിൽപ്പുള്ളത് തമിഴ്നാടിന് ഇന്ത്യയുമായിട്ട് ഇന്ത്യയുടെ ഭാഗമായത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ വേറെ രാജ്യങ്ങൾ കൊണ്ടുപോകും. അപ്പൊ അതൊന്നും മറക്കരുത് ആളുകളാരും. നമ്മളും മറക്കരുത്, അവരും മറക്കരുത്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും മറക്കരുത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകൾ കുറച്ചും കൂടെ ഔചിത്യത്തോടുകൂടി, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് പുറത്ത് വിടുമ്പോഴോ അവതരിപ്പിക്കുമ്പോഴോ കുറച്ചും കൂടെ ഔചിത്യപരമായി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ബുദ്ധി. രാജ്യത്തിന് നല്ലത്, അവരുടെ സംസ്ഥാനത്തിനും നല്ലത്. അപ്പൊ അതാണ് ഇനിയിപ്പോൾ എനിക്ക് ഇതിനകത്ത് കുറിച്ച് പറയാനുള്ളത്. എന്തായാലും സ്റ്റാലിൻ സർക്കാർ തീരുമാനിച്ചാൽ അത്ര പെട്ടെന്നൊന്നും തമിഴ്നാട്ടിൽ നിന്ന് ഹിന്ദി ഭാഷയെ അവർക്ക് ആ രീതിയിൽ നീക്കം ചെയ്യാനൊന്നും സാധിക്കില്ല. ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. ഹിന്ദി ഭാഷ വ്യാപകമായി തമിഴ്നാട്ടിൽ പ്രചരിക്കുന്നതിനെതിരെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താം എന്നല്ലാതെ അത്തരത്തിലൊരു നിരോധനം പൂർണ്ണമായി ഹിന്ദിക്കെന്നല്ല ഒരു ഭാഷയ്ക്കും അത്തരത്തിലൊരു നിരോധനം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല എന്നതൊരു വസ്തുതയാണ്. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.